നമ്മുടെ നാട്ടിൽ ദരിദ്രരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. സമ്പന്നരാവട്ടെ നന്നേ കുറവ്. എന്താണ് സാമ്പത്തികമായി മെച്ചപ്പെടാനും ഉയരാനും ചെയ്യേണ്ടത്? കിട്ടുന്നത് തികയുന്നില്ലല്ലോ, മിച്ചം വരുന്നില്ലല്ലോ എന്ന പരാതിയാണ് പലർക്കുമുള്ളത്. ഇതിന് 1000 കിട്ടുമ്പോൾ 10,000 ചെലവാക്കുക എന്ന തിയറി ഒഴിവാക്കി തൻ്റെ സാമ്പത്തിക ശേഷി നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ ആദ്യം സേവിങ്ങിന് അതിൻ്റെ ഒരു 20%, എനിക്ക് 10,000 രൂപയാണ് ശമ്പളം, എന്നാൽ 8,000 രൂപ എനിക്കുള്ളൂ, 2,000 രൂപ എനിക്കില്ല എന്ന് മനസ്സിലാക്കി അത് സേവ് ചെയ്യുക, നിക്ഷേപിക്കുക. നമ്മുടെ ശൈലി എല്ലാം കഴിഞ്ഞതിന് ശേഷം മിച്ചമുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്കും ബാക്കിയാവില്ല. അപ്പോൾ കിട്ടാവുന്നതിൽ ഒരു 20%, 25% സേവിങ്ങിന് നീക്കി വെക്കുക. ഒന്ന്. രണ്ടാമത്, ആ നിക്ഷേപിക്കുന്നത് ഏതെങ്കിലും ഊഹാപോഹങ്ങളിൽ സാങ്കല്പിക ഇടപാടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ നമുക്കുറപ്പുള്ള മേഖലയിൽ, നമുക്ക് ഉദാഹരണത്തിന് സ്വർണം വാങ്ങി വെക്കാം, അല്ലെങ്കിൽ കാശുകൾ സ്വരൂപിച്ച് 2-3 സെൻറ്റുകൾ എവിടെയെങ്കിലും വാങ്ങി വെക്കാം. മറ്റ് ഷെയർ ബിസിനസ്സുകൾ കൊടുത്ത് മുഴുവതും പോകുന്നതിനേക്കാൾ നല്ലത് അവിടെ ഉറപ്പുള്ള മേഖലയിൽ നിക്ഷേപിക്കുക. മൂന്നാമത്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം റീഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും നിക്ഷേപങ്ങളിലാക്കി. നാലാമത്, ഏതു കാര്യം ചെയ്യുമ്പോഴും പലവട്ടം ആലോചിക്കണം. പെട്ടെന്ന് പണക്കാരനാകാൻ ശ്രമിച്ച് വീടും പറമ്പും മുഴുവനും ജപ്തി ചെയ്ത് പട്ടിണി കിടക്കേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് സാവധാനത്തിൽ ഘട്ടം ഘട്ടങ്ങളായി വളർച്ചകൾ. നമ്മളൊക്കെ പ്രസവിച്ചപ്പോൾ ഓടിച്ചാടി നടന്നിട്ടില്ല, തിന്നാനും കുടിക്കാനും ഒന്നും അറിയില്ല, കഴുത്തുറച്ചിട്ടില്ല. കഴുത്തുറച്ചു, ഇരിക്കാൻ പഠിച്ചു, ഏയാൻ പഠിച്ചു, നടക്കാൻ, എട്ടടി വെക്കാൻ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളായി സാമ്പത്തിക രംഗത്തും അങ്ങനെ പെട്ടെന്ന് കുതിച്ചു ചാട്ടം യമോഹിക്കാതെ ഓരോ ഘട്ടങ്ങളായി വളർന്നു വരാൻ. എന്നാൽ നമുക്കെല്ലാം ഉള്ളത് പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ കഴിയും.